ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിലാൻഡ്രോ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു സൂപ്പർ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കൊണ്ടുള്ള ഒരു ഡിഷാണ്. ഇതൊരു ഗ്രേവി ടൈപ്പ് അല്ല, നമുക്ക് ലഞ്ചിൻ്റെ ഡിന്നറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്, ഒരു വലിയ സവോള ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചേരുവകൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 7 ഉണക്കമുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പം മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമുക്കതിലേക്ക് ക്യൂബാക്കി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവും വേണ്ട, എന്നാലൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിട്ട് ഒരു ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതൊന്ന് വാടി കിട്ടണം ക്യാപ്സിക്കം. ഇതൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഒന്ന് മൂത്ത് കിട്ടണം. മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഒരുപാട് വേണ്ട, സ്വല്പം മതി നമുക്ക് ഗരം മസാല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. 2 പച്ചമുളക് ഇതേപോലെ നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് വേവിക്കരുത്. ഒരു നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സ്ഡ് ഹെർബ്സ് നിങ്ങളുടെ കയ്യിൽ ഇല്ല വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എന്താ വെച്ചാൽ ഇത് ഓപ്ഷണൽ മാത്രമാണ്. അപ്പം ഞാൻ സ്വല്പം മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.